വെൽക്കം ടു മൈ ചാനൽ കൊച്ചിൻ ബൈറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സദ്യയുടെയൊക്കെ റെസിപ്പിയിൽ പ്രധാനപ്പെട്ട ഒരു ഞങ്ങൾ പറയുന്ന ഇഞ്ചിപ്പുളി. ഇഞ്ചിക്കറിയല്ല, ഇഞ്ചിക്കറി വേറെ ഞാൻ റെസിപ്പി ഇടുന്നുണ്ട്. ഇത് ഇഞ്ചിപ്പുളി, ഇതൊരു ഇത്തിരി വെറൈറ്റി ഇഞ്ചിക്കറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് സദ്യയിലെ ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. അതപ്പോൾ ഇത്തിരി വെറൈറ്റിയാണ്, എന്നാൽ സ്പൈസിയാണ്. പിന്നെ ഞങ്ങൾക്ക് സാധാരണ ഈ ഇഞ്ചിക്കറിയിലൊക്കെ ശർക്കര, പഞ്ചസാര അതൊന്നും ഇടുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെയുള്ള കറി കൂട്ടാനും ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെ സാധാരണ ഇഞ്ചിപ്പുളിയിലൊന്നും മധുരം ചേർക്കാറില്ല. ഇഞ്ചിപ്പുളിയിൽ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ മധുരം ചേർക്കാറില്ല. ഇഞ്ചിക്കറി വേറെയാണ്, അത് ഞാൻ റെസിപ്പി വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഡിഷിൻ്റെ ആവശ്യമില്ല. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ പറ്റും. ഞാനപ്പോൾ ഈ ഇഞ്ചിപ്പുളി ഉള്ളപ്പം വേറെ കൂട്ടാനൊന്നും എനിക്ക് വേണ്ട, ഇഞ്ചിപ്പുളി മാത്രം മതി. ഒഴിച്ചുകറിയും വേണ്ട, അല്ലാത്ത കൂട്ടാനും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്ന സത്യമല്ലെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്കൊക്കെ കടക്കാം. എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒത്തുചേർന്നിട്ട് ഓണമൊന്നും ഇല്ല, എന്നാലും നമ്മൾ അവിടെ ഓരോരോ സ്ഥലങ്ങളിലിരുന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ആ ഓണം നല്ല ഗംഭീരമാക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയായ ഇഞ്ചിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് വേണ്ട ഇഞ്ചി ഞാനിവിടെ വലിയ 3 പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുക. ഇനി നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് വഴറ്റിയെടുക്കാലൊന്ന് വറുത്തെടുക്കുക എന്ന് തന്നെ പറയാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ദേ കണ്ടല്ലോ. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റത്തെ ജോലിയാണ് ഈ വഴറ്റിയെടുക്കൽ. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അത് ബ്രൗൺ കളറാകുന്നത് വരെ, എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ കണ്ടല്ലോ, നല്ലവണ്ണം വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10-15 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് നമ്മൾ ഈ വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, അതിൻ്റെ ബാക്കി എണ്ണയിൽ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ പോരെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ നമ്മളെ ഒരുവിധം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൽ നമ്മൾ നല്ല എരിവുള്ള 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എരിവൊക്കെ നമുക്കിഷ്ടമുള്ളതനുസരിച്ച് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മുരിയണ്ട, ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിനിയും അതിൻ്റെ മസാല പൗഡറുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ പുറത്ത് ഒരിത്തിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അത്രയും ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ എണ്ണ പോരാത്തതിന് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കണ്ടല്ലോ, ഇത്രയാകുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഒരു പുളി പിഴിയുന്ന പുളി എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ വറുത്ത് വെച്ച ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത്തിരി ലൂസായിട്ടിരിക്കുമല്ലേ, അത് നമുക്കിഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ. ഞാൻ ഇത്തിരി നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ട് മതിയെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം. ഇനി അതിലേക്ക് ഞാനിത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ദിവസം വെച്ചേക്കണമെങ്കിൽ ഇത്തിരി നല്ലോണം മുകളിൽ വിനാഗിരി ഒഴിച്ചു വയ്ക്കണം. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ സുഖമായിട്ട് നമുക്ക് 1-2 ആഴ്ച നമുക്കത് എടുത്ത് കഴിക്കാൻ പറ്റും. പുറത്താണെങ്കിൽ 1 ആഴ്ച കൂടുതൽ വെച്ചേക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് കടുകും മുളകും ഒക്കെ താളിച്ച് അതിലേക്ക് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് കടുകും മുളകും കരിവേപ്പിലയും താളിച്ച് അതിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.